ഉത്തര കേരളത്തിലെ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒരാളാണ് ശ്രീ മുത്തപ്പൻ. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. അവരവരുടെ പ്രശ്നങ്ങളെല്ലാം മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച ശിവഭക്തയായ പാടിക്കുട്ടിയമ്മയ്ക്കും മന്നനാർ രാജാവിനും ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന് കഥ. പാടിക്കുറ്റിയിലെ പുരാതനമായ ഒരു ദേവീ ക്ഷേത്രത്തിനടുത്ത് പ്രശസ്തമായ ഒരില്ലം ഉണ്ടായിരുന്നു, അയങ്കര ഇല്ലം. അവിടുത്തെ പാടിക്കുറ്റിയമ്മയ്ക്കും അയങ്കര വാഴുന്നവർക്കും മക്കളില്ലാത്ത ദുഃഖത്താൽ വഴിപാടുകൾ ഏറെ നടത്തി. ഒരിക്കൽ തൻ്റെ പ്രിയ ഭക്തയായ പാടിക്കുറ്റിയമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി. പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയെ കിട്ടുകയും ഭഗവാൻ തനിക്ക് സമ്മാനിച്ച കുഞ്ഞാണെന്ന വിശ്വാസത്തോടെ പാടിക്കുറ്റിയമ്മ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി വളർത്തുന്നു. ബാല്യം മുതൽക്കേ വിചിത്രമായ രീതികളോടെയാണ് മുത്തപ്പൻ വളർന്നത്. ഇല്ലത്തെ ജീവിത രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റേത്. കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചു നടന്നിരുന്ന മുത്തപ്പൻ വീട്ടുകാർക്ക് പേരുദോഷം കേൾപ്പിച്ചെങ്കിലും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. പുത്രസ്നേഹം കാരണം എല്ലാം പുറത്ത് അമ്മ മകനെ സ്നേഹിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് മുത്തപ്പൻ തൻ്റെ കാലഭൈരവന്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശ്യം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. മുത്തപ്പന് മുൻപിൽ നായ്ക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ടെങ്കിലും ഇതിൽ ഒരു കഥ ഇപ്രകാരം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിനുള്ളിലെ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിക്കുകയും അവർ കുറച്ച് നായ്ക്കളെയും നായ്ക്കുഞ്ഞുങ്ങളെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അന്നത്തെ ദിവസം മുതൽ മുത്തപ്പൻ തെയ്യം അവതരിപ്പിക്കുന്ന ആൾക്ക് തെയ്യം ആടുവാൻ കഴിഞ്ഞില്ല. മുത്തപ്പന്റെ ശക്തി തെയ്യമാടുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിച്ചാണ് തെയ്യം തുള്ളുന്നത് എന്നാണ് വിശ്വാസം. നായ്ക്കളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് മുത്തപ്പൻ തെയ്യം തുള്ളുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിക്കാത്തത് എന്ന് മനസ്സിലാക്കി ക്ഷേത്രാധികാരികൾ നായ്ക്കളെ ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. അന്നു മുതൽ തെയ്യം സാധാരണഗതിയിലായി എന്നുമാണ് കഥ. ഈ ക്ഷേത്രത്തിൽ നായയെ പാവനമായി കരുതുന്നു. ക്ഷേത്ര പരിസരത്ത് ധാരാളം നായ്ക്കളെയും കാണുന്നു. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ 2 നായ്ക്കളുടെ പിച്ചള പ്രതിമകളുമുണ്ട്. മുത്തപ്പന്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകൾ കാണിക്കുന്നു.